നിന്നോട് ഓഫീസിലേക്ക് പോകാൻ പറഞ്ഞില്ലേ ഉണ്ണി? ഞാൻ പോവാം. ഇവിടെ എനിക്കാണല്ലോ അയിത്തുള്ളത്. എന്റെ പെങ്ങളെ പറഞ്ഞു മയക്കി കൂട്ടിക്കൊണ്ടു പോയവന് ഇവിടെ പണി കൊടുക്കാം എന്ന് വെച്ചാ അവനും നിങ്ങളുമായിട്ട് നേരത്തെ അടുപ്പുണ്ടായിരുന്നല്ലോ. നിർത്ത. നീ എന്തൊക്കെയാ പറയുന്നത്? ഓ, ഒന്നും അറിയത്തില്ല. നിങ്ങൾ അറിയാതെയാണോ അവൻ ഇതിനകത്ത് ജോലി കയറിയത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറയടോ. എന്നാലല്ലേ മാഡത്തിന് എന്താണെന്ന് അറിയാനൊക്കൂ. ഇനി ഒന്നും തെളിച്ചു പറയാനില്ല. നിങ്ങൾ പോയി നോക്ക്, അവിടെ ഉണ്ട് മേക്കട്ടൻ നഞ്ച താണി തറച്ചവൻ. സാർ അറിഞ്ഞായിരുന്നോ അവൻ ഇതിനകത്ത് കയറിയത്? അറിഞ്ഞില്ല. ഇവിടെ മെക്കാട് പണിക്കാരെയൊക്കെ വയ്ക്കുന്നത് മെയിൻ മേസ്ത്രി തന്നെയാണല്ലോ. പിന്നെ സൂപ്പർവൈസറായിട്ട് ഒരാളെ വെച്ചിട്ടുണ്ട്. അയാളും ഒന്നും പറഞ്ഞില്ല. അവൻ എന്ത് പണിയാ ഇവിടെ ചെയ്യുന്നത്? പണിയൊന്നും എളുപ്പ പണിയല്ല. എങ്കിലും അവൻ ഈ സൈറ്റിന്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിങ്ങൾ തന്നെയാ. അവൻ പെണ്ണുങ്ങളെ പറഞ്ഞു മയക്കാൻ എടുക്കാനാണെന്നാ കേട്ടത്. നിങ്ങളെ ആണല്ലോ അവൻ പറഞ്ഞു മയക്കിയത്. അതിനുശേഷം എന്റെ പെങ്ങളെ കട്ടുകൊണ്ടുപോയി. പക്ഷേ ഇപ്പോ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളും അയാളും തമ്മിൽ ഇപ്പോഴും ഇടപാടുണ്ടെന്നാ. വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ, ബന്ധം നോക്കാതെ നിന്റെ കരണത്തടിക്കും ഞാൻ. അടിച്ചോ. എന്നാലും പറയാനുള്ള ഞാൻ പറഞ്ഞിരിക്കും. മോനപൂർവ്വം എന്നെ അമ്മയെ മേക്കേണ്ടൊക്കെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെയാ നിങ്ങൾ ഇതൊക്കെ ചെയ്തേ. മാഡത്തിന് അറിയില്ലെന്ന് പറഞ്ഞില്ലേടോ, പിന്നെ എന്തിനാ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? സംസാരിക്കാതെ പിന്നെ ഇവര് ചെയ്ത തെറ്റിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണോ? ഇവരുടെ ശമ്പളം പറ്റുന്നത് നിങ്ങൾക്കത് പറ്റുമായിരിക്കും. പിന്നെ താൻ ശമ്പളമല്ലാതെ പുളുങ്കുരുവാണോ മാസാമാസം എണ്ണി വാങ്ങിക്കുന്നേ? എടോ സാർ വാ. അവളെല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ കൈഴോ നോക്കോ? നോണം കെട്ടവള. എടാ, അവര് വരുന്നതിന് മുമ്പ് നോക്കി നിൽക്കാതെ നോക്കടാ. വെറുതെ എന്നെ പറയിപ്പിക്കാതെ. മേസ്ത്രി, ഞാൻ ഇവിടെ ഒന്ന് ജോലി ചെയ്യുന്നുണ്ട്. ആർക്കും ഒരു നഷ്ടമില്ലല്ലോ. നീ ഓരോരോ തോന്നിവാസം ചെയ്തു വെച്ചിട്ട് എന്തിനാടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എടാ, നീ ശരിക്കൊന്ന് ശ്രമിച്ചാ നിനക്ക് വേറെ ഏതെങ്കിലും സൈറ്റിൽ കയറാം. എന്തായാലും നീ എന്റെ സഹായം ഇനി പ്രതീക്ഷിക്കണ്ട. വേഗം പോകാൻ നോക്ക്. ചോദിച്ചിട്ടാ ഇവൻ ഇതിനകത്ത് കയറ്റിയത്? ഉണ്ണി സാറ് പറഞ്ഞപ്പോഴാണ് ഇവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. എന്റെ ഒരു പരിചയക്കാരൻ മുഖാന്തര ഇവൻ എന്റെ അടുത്ത് വന്നത്. ഇന്നലെ ഇന്ന് 1-2 പണിക്കാർ വന്നിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ഇവിടെ കയറിക്കോട്ടെന്ന് വിചാരിച്ചു. ഇവൻ ആരാണെന്നോ എന്താണെന്നോ ഇപ്പോഴാ മനസ്സിലായത്. കമലേശ്വരത്തെ വർക്ക് സൈറ്റ് എന്ന് കരുതിയല്ല ഞാൻ ഇവിടേക്ക് വന്നത്. ഇനിയിപ്പോ നീ ഇവിടെ ജോലിക്ക് നിൽക്കണ്ട. നിന്നെ ഇവിടെ ജോലിക്ക് വെച്ചെന്നും പറഞ്ഞ് വേണ്ടാത്ത ആരോപണങ്ങളാ മാഡത്തിന്റെ മേൽ ഉണ്ണി ചുമത്തിയത്. ഉള്ള പണി പോയി, ചെയ്യാത്ത കുറ്റത്തിന്. നീ കുറ്റം ചെയ്തോ ഇല്ലയോന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. നിന്റെ കൈകൾ ശുദ്ധമാകാതെ തോമസ് സാറ് പോലും നിനക്ക് ജോലി തരത്തില്ല. പിന്നെ ഞാൻ തരണോ?